Hello and welcome to Financial Tidings Malayalam Stock Market Series. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ROE. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തിലേക്ക് പോവാം. ROE ഈക്വൽ ടു നെറ്റ് ഇൻകം ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഈ ഒരു ഫോർമുല നമ്മൾ എവിടെ പോയാലും പെട്ടെന്ന് ആദ്യം കാണുന്ന ഫോർമുലയാണ്. പക്ഷെ എന്താണ് ഈ സംഭവം നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഈ ROEൻ്റെ ഫുൾ ഫോമാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഇക്വിറ്റിന് ബന്ധപ്പെട്ടമായിട്ടാണ്. ഓക്കെ, സോ ROE ഈസ് എ മെട്രിക് ഓഫ് ഹൗ വെൽ ദ കമ്പനി യൂട്ടിലൈസസ് ഇറ്റ്സ് ഇക്വിറ്റി ടു ജനറേറ്റ് പ്രോഫിറ്റ്സ്. അപ്പം നമുക്ക് പ്രോഫിറ്റ്സും കാണും, നമുക്ക് ഇക്വിറ്റിയും കാണും. എങ്ങനെയാണ് ഈ കമ്പനി പ്രോഫിറ്റ് നന്നായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇക്വിറ്റി വെച്ചിട്ട്, അതാണ് ഈ ROE നമുക്ക് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത്. ROE is a measure of financial performance calculated by dividing net income by shareholders equity. ഈ നെറ്റ് ഇൻകം എന്താണ്, ഈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. നെറ്റ് ഇൻകം ഈക്വൽ ടു ഇൻകം മൈനസ് എക്സ്പെൻസസ്. സോ ഇൻകം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ ഒരു ഷോപ്പ് നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 1000 rupees കിട്ടുന്ന വിചാരിക്കാം. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി ചിലതൊക്കെ കോസ്റ്റ് ഒരു 300 rupees ആയിരുന്നു വിചാരിക്കുക. അപ്പോൾ നമ്മുടെ നെറ്റ് ഇൻകം, അത് നമ്മുടെ പ്രോഫിറ്റ് എന്താണ് ആ ദിവസത്തെ 1000 - 300 which is 700 rupees. അപ്പോൾ അതാണ് നമ്മുടെ നെറ്റ് ഇൻകം. ഈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്താണ്, ഈ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്. അപ്പം ഇതിനൊരു സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇമാജിൻ ഈ ഷോപ്പിനൊരു ലാൻഡ് ഉണ്ട്, ആ ലാൻഡിന് 1 കോടി ആണ് അതിൻ്റെ വില. അപ്പോൾ അതാണ് ഒരു അസറ്റാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു ലാൻഡ്, ഈ ഒരു സ്ഥലം വാങ്ങിക്കാനും വേണ്ടി ഈ കമ്പനി വേണമെങ്കിൽ ഒരു ലോൺ എടുത്ത് കാണും ആൻഡ് ബാങ്കിൽ നിന്ന്. ആൻഡ് അതിന് ഇപ്പം തിരിച്ചടയ്ക്കാൻ ഒരു 90 lakhs rupees വേണമായിരിക്കും. അപ്പോൾ ഇക്വിറ്റി എന്താണ് കമ്പനിയുടെ 1 crore മൈനസ് 90 lakhs. ലയബിലിറ്റീസ് മിക്കവാറും ഡെറ്റായിട്ടാണ്, കടമായിട്ടാണ് വരുന്നത്. വേറെ ലയബിലിറ്റീസും കാണും. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കാം. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്തായിരിക്കും, 1 crore minus 90 lakhs or 10 lakhs. Okay. So in order to satisfy investors, a company should be able to generate a higher ROE than the return available from a lower risk investment. എന്നുവെച്ചാൽ എന്താണ് ഈ ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ഏറ്റവും വലിയ എക്സാമ്പിളാണ് FD, ബാങ്കിൻ്റെ FD. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, സ്റ്റോക്ക് മാർക്കറ്റൊക്കെ മെനി കേസസിൽ FDനേക്കാളൊക്കെ നല്ല ഹയർ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺസ് തരും അല്ലേ. എപ്പോഴും തന്നോണില്ല, അതാണ് അതിൻ്റെ റിസ്ക്. പക്ഷേ ഇതിന് ഹയർ റിട്ടേൺ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇടുന്നത്. അപ്പോൾ ജനറലി ഇൻവെസ്റ്റേഴ്സിന് എന്താണ് വേണ്ടിയത്, കൂടുതൽ ROE ഉള്ള കമ്പനിയാണ് ഇഷ്ടം. പക്ഷേ ഒരു കമ്പനിക്ക് ഒത്തിരി ഹൈ ROE ആണെങ്കിൽ അത് നല്ലതാണെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. ഒത്തിരി ലോ ROE ആണെങ്കിൽ അത് നല്ലതാണോ? അല്ല. അപ്പം നമുക്കിത് കുറേ കേസസ് ഉണ്ടല്ലേ, ഇതെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് എക്സാമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. അതിൻ്റെ മുമ്പേ ഈ ROEനെ നമുക്ക് വേറൊരു തരത്തിൽ എഴുതാം. ROE ഈക്വൽ ടു ROA ഇൻറ്റു ലെവറേജ്. അപ്പോൾ ഇത് വളരെ സ്ട്രെസ് ആക്കേണ്ട ആവശ്യമില്ല. ROയും ലെവറേജും സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. റിട്ടേൺ ഓൺ അസറ്റ്സ് ഈക്വൽ ടു നെറ്റ് ഇൻകം ബൈ ടോട്ടൽ അസറ്റ്സ് ആൻഡ് ലെവറേജ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് ബൈ ഇക്വിറ്റി. നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുകയാണ്, ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ബാക്കി വരുന്നത്, നെറ്റ് ഇൻകം ബൈ ഇക്വിറ്റി. അതാണ് ROE. ഓക്കെ, ജസ്റ്റ് ഒന്ന് കരുതേ ഉള്ളൂ. ഇനിയും ഈ ROE കുറയാന്ന് വെച്ചാൽ എന്താ, ദ മാനേജ്മെൻറ്റ് ഇസ് മേക്കിംഗ് പുവർ ഡിസിഷൻസ് ഓൺ റീഇൻവെസ്റ്റിംഗ് ക്യാപിറ്റൽ ഇൻ അൺപ്രൊഡക്റ്റീവ് അസറ്റ്സ്. അത് വെച്ചാൽ ആ കമ്പനി അവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ആ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിനെ ആൻഡ് അതിൻ്റെ പ്രോഫിറ്റ്സിനെ നന്നായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ലോ ROE ഉള്ള കമ്പനീസ് നന്നായിട്ട് വർക്ക് ചെയ്യാറില്ലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ് ശരിയല്ലായിരിക്കും. പക്ഷേ ഒത്തിരി ഹൈ ROE എന്ന് വെച്ചാൽ ആ കമ്പനി നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നാണോ? അല്ല. അതാണ് അവിടുത്തെ ട്രിക്ക്. അതാണ് അവിടുത്തെ ആ ഒരു, നമ്മളിങ്ങനെ കൺഫ്യൂസ് ആയി പോകുന്നത് ആ ഒരു സിറ്റുവേഷനിലാണ്. അപ്പം നമുക്കത് ക്ലിയർ ആയിട്ട് ഒരു ഡൗട്ടും ഇല്ലാണ്ട് മനസ്സിലാക്കാം യൂസിങ് എക്സാമ്പിൾസ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ബെൽ ഐക്കണും അമർത്തുക ഫോർ ഇൻസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. സിമ്പിൾ എക്സാമ്പിളാണ്. നമുക്ക് 2 കമ്പനിയുണ്ട്. ഓക്കെ, കമ്പനി എ ആൻഡ് കമ്പനി ബി. അപ്പോൾ ഇത് ഒത്തിരി നമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് എല്ലാത്തിനെയും പറ്റി കൺഫ്യൂഷൻ അടിക്കണ്ട. നെറ്റ് ഇൻകം, ഇക്വിറ്റി, ഇത് മാത്രം നോക്കിയാൽ മതി. ROE നമുക്കറിയാലോ, നെറ്റ് ഇൻകം ബൈ ഇക്വിറ്റി. ഇക്വിറ്റി എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത്, അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. അപ്പോൾ ഈ ഒരു കേസിൽ, ഈ ഒരു എക്സാമ്പിൾ 1
കമ്പനി എ കമ്പനി ബിക്ക് രണ്ടിനും സെയിം അസറ്റ്സും സെയിം ലയബിലിറ്റീസും ആണ്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി 50,000 മൈനസ് 30,000 റുപ്പീസ് 20,000 റുപ്പീസ് ആയി. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് നെറ്റ് ഇൻകം. ഈ നെറ്റ് ഇൻകം എന്ന് വെച്ചാൽ എന്താ, നമ്മളെന്താ പറഞ്ഞേ, ഈ കിട്ടിയ പൈസ മൈനസ് കോസ്റ്റ്, വിച്ച് മീൻസ് പ്രോഫിറ്റ്. സോ കമ്പനി എക്ക് പ്രോഫിറ്റ് 5,000 റുപ്പീസ് എന്ന് വിചാരിക്കുക. അതേ സമയത്ത് കമ്പനി ബിക്ക് കിട്ടിയ പ്രോഫിറ്റ് 10,000 റുപ്പീസ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ കമ്പനി എയുടെ ROE എങ്ങനെയാ, 5,000 ഡിവൈഡഡ് ബൈ 20,000 വിച്ച് ഇസ് 25%. എങ്ങനെ കിട്ടുക, 5,000 ഡിവൈഡഡ് ബൈ 20,000, ഈ 5,000 ബൈ 20,000 എന്ന് വെച്ചാൽ 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 100% ഇടേണ്ടി വേണ്ടി. അപ്പം 1/4 ഇൻറ്റു 100 ഇസ് 25%. ഈസ് ദ സെയിം കേസിൽ ഫോർ കമ്പനി ബി 1,000 ബൈ 20,000 വിച്ച് ഇസ് 1/20 ഇൻറ്റു 100 ഇസ് 5%. ഓക്കെ, അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലായി കമ്പനി എയുടെ ROE ഹയർ ആണ്, 25% ആണ്. കമ്പനി ബിയുടെ ROE ആകെ 5% ആണ്. അപ്പം നമുക്ക് മനസ്സിലായി ഈ രണ്ട് കമ്പനിക്ക് സെയിം ക്യാപിറ്റൽ മീൻസ് സെയിം ഇക്വിറ്റി ഉണ്ട്, എന്നാലും കമ്പനി ബിക്ക് വളരെ കുറവ് പ്രോഫിറ്റാണ് ഉണ്ടാക്കാൻ പറ്റിയത്, ജസ്റ്റ് 1,000 റുപ്പീസ്. പക്ഷെ അതേ ക്യാപിറ്റൽ, അതേ അസറ്റ്സും അതേ ലയബിലിറ്റീസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കമ്പനി എ എത്ര പൈസ ഉണ്ടാക്കി, 5,000 റുപ്പീസ് ഉണ്ടാക്കി. അപ്പം പ്രോഫിറ്റ് കൂടുമ്പം കമ്പനിയുടെ ROE കൂടും. അത് വെച്ചാൽ എ ബെറ്റർ കമ്പനി വിൽ ഹാവ് ബെറ്റർ ROE. പക്ഷേ ഇതിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ എന്തായാലും നമുക്ക് മനസ്സിലായി കമ്പനി 1 അല്ലെങ്കിൽ കമ്പനി എ ആണ് ബെറ്റർ. ഓക്കെ, ഓൺലി ബേസ്ഡ് ഓൺ ROE, നോട്ട് ബേസ്ഡ് ഓൺ അതർ ഫാക്ടേഴ്സ്. അതും കൂടെ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. ഇനി എക്സാമ്പിൾ 2ലേക്ക് കിടക്കാം. എക്സാമ്പിൾ 2ൽ എന്താണ് വ്യത്യാസം വന്നേക്കുന്നത് ശ്രദ്ധിച്ച് നോക്കുക. നെറ്റ് ഇൻകം ഈ കമ്പനി എയുടെ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഞങ്ങൾക്ക് കമ്പനി ബി മാത്രം ഫോക്കസ് ചെയ്യാം. കമ്പനി ബിയിൽ എന്താ സംഭവിച്ചത്, ഇവരുടെ പ്രോഫിറ്റ് നേരത്തെ 1,000 റുപ്പീസ് ആയിരുന്നു, ഇപ്പം 4,000 റുപ്പീസ് ആയി, 4,000 രൂപ. അസറ്റ്സ് നേരത്തെ 50,000 30,000 അല്ലായിരുന്നോ അസറ്റ്സിൻ്റെ ലയബിലിറ്റീസും കമ്പനി ബിക്ക്, ഇപ്പം അസറ്റ്സ് 40,000 റുപ്പീസും ലയബിലിറ്റീസ് 30,000 റുപ്പീസും ആയി. അപ്പോൾ ഇവരുടെ ലയബിലിറ്റീസ് ഒക്കെ സെയിം ആണ്, പക്ഷേ അസറ്റ് ഇച്ചിരി കുറവാണ് അല്ലേ, കമ്പനി ബിക്ക് അസറ്റ് ഇച്ചിരി കുറവാണ്. ഇവർ നെറ്റ് ഇൻകവും കുറവാണ് കമ്പനി എനേക്കാളും. 5,000 റുപ്പീസ് കമ്പനിക്ക് പ്രോഫിറ്റ് ഇട്ടെങ്കിലും കമ്പനി ബിക്ക് ആകെ 4,000 റുപ്പീസ് പ്രോഫിറ്റ് ഇട്ടുള്ളൂ. പക്ഷെ പെട്ടെന്ന് ROEയിലേക്ക് നോക്കി, കമ്പനി ബിക്കാണ് കമ്പനി എനേക്കാളും ROE കൂടുതൽ, അതും 40%. നോക്കി, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ പുറത്തെ റീസൺ നമുക്ക് നോക്കാം. ഈ ROE എന്ന് വെച്ചാൽ നെറ്റ് ഇൻകം ബൈ ഇക്വിറ്റി. സോ 4,000 ബൈ 10,000 വിച്ച് മീൻസ് 4/10 ഇൻറ്റു 100 for percentage. സോ ഇറ്റ് ഗീസ് 40%. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വ്യത്യാസം വരാൻ കാരണം, കമ്പനി എക്കല്ലേ കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയേ. അതെ, പക്ഷെ നമ്മൾ നോക്കുക, ഈ കമ്പനിയെ 5,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാക്കിയത് 20,000 റുപ്പീസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ 20,000 റുപ്പീസ് ഇക്വിറ്റി വെച്ചിട്ടാണ്. പക്ഷെ കമ്പനി എനെ നോക്കി, അതിന് പകുതി ഇക്വിറ്റി ഉള്ളായിരുന്നു കയ്യിലല്ലേ, 10,000 റുപ്പീസേ ഉള്ളായിരുന്നു. പക്ഷെ ആ 10,000 റുപ്പീസ് വെച്ചിട്ട് തന്നെ അയാൾ 4,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്യുക, അയാളുടെ ഒരു 20,000 റുപ്പീസ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ വേണമെങ്കിൽ അയാൾ ഇതിന് ഡബിൾ പ്രോഫിറ്റും വേണമെങ്കിൽ ഉണ്ടാക്കിയത് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അപ്പം കുറവ് ക്യാപിറ്റലും കൊണ്ട് നന്നായിട്ട് പുള്ളിക്കാരൻ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇയാൾക്ക് കയ്യിൽ ഡബിൾ പൈസ മീൻസ് ഡബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇയാൾക്ക് അത്രയും പ്രോഫിറ്റ് കൊണ്ടുവരാൻ പറ്റിയില്ല. 5,000 റുപ്പീസ് ഉണ്ടാക്കി നല്ലതാ, പക്ഷേ കമ്പനി ബീനെ വെച്ച് നോക്കുമ്പോൾ അത്രയും അയാൾക്ക് പറ്റിയില്ല അല്ലേ. എഫിഷ്യൻ്റ്ലി ഹി കുഡ് നോട്ട് പ്രൊഡ്യൂസ് more profit. That's why we can see that company B's ROE is higher than company A's ROE. അപ്പോൾ നമുക്ക് മനസ്സിലായി, ചുമ്മാ പ്രോഫിറ്റ് മാത്രം ഹൈ ആയാൽ മാത്രം ROE കൊണ്ടൊന്നുമില്ല, നമ്മൾ ഇക്വിറ്റി നോക്കണം. എങ്ങനെയാണ് ആ കമ്പനി അയാളുടെ ഇക്വിറ്റി ഉപയോഗിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കിയത്, അതാണ് നമുക്ക് ROE പറഞ്ഞു തരുന്നത്. ഇതെല്ലാം ഓക്കെ, ഇതെല്ലാം നമുക്കൊരു പോസിറ്റീവ് ട്രെൻഡാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ അടുത്ത കേസ് കാണിക്കാം, അവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കേസ്. അപ്പോൾ ഈ ഒരു കേസ് നിങ്ങൾക്ക് മനസ്സിലായി, കമ്പനി 2 അല്ലെങ്കിൽ കമ്പനി ബി ആണ് കൂടുതൽ ROE ഉള്ളതും ആൻഡ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് ROE. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിളിനകത്ത് ഇത് നോക്കിയേ, കമ്പനി എക്കാണ് കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത് 5,000 റുപ്പീസും, കമ്പനി ബിക്ക് 10,000 റുപ്പീസ് മാത്രമേ ഉള്ളൂ പ്രോഫിറ്റ്. രണ്ടിനും സെയിം അസറ്റ്സ് ആണുള്ളത്, പക്ഷെ ലയബിലിറ്റീസ് അത് വെച്ചാൽ കടം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വാല്യൂസ് മീൻസ് കമ്പനിക്ക് അങ്ങോട്ട് ബാക്കി ഇപ്പം ബാങ്കിനോ കടം തിരിച്ച് കൊടുക്കണം മീൻസ് എന്തോ ഇവരുടെ കയ്യിലുള്ള പൈസ അല്ല, ഇത് തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ലയബിലിറ്റീസ്.
ഈ ലയബിലിറ്റീസ് നോക്കുമ്പം കമ്പനി എക്ക് 30,000 റുപ്പീസ് ലയബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, കമ്പനി ബീനെ നോക്കിയേ 48,000 റുപ്പീസാണ് ലയബിലിറ്റീസ്. നല്ല കൂടുതലല്ലേ. ഇവർക്ക് അസറ്റ്സ് ആകെ 50,000 രൂപയുള്ളൂ, അതിനകത്ത് തന്നെ 48,000 റുപ്പീസ് ഇവർക്ക് ലയബിലിറ്റീസ് ആണല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരുടെ ഇക്വിറ്റി എത്രയുള്ളത്? ആകെ 2,000 രൂപയുള്ളൂ ഇവരുടെ കയ്യിലുള്ള ഇക്വിറ്റി, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. പക്ഷേ നിങ്ങൾ നോക്കുക, ഈ ROE നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം കമ്പനി എയുടെ കേസ് നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ തന്നെ സോൾവ് ചെയ്തല്ലേ 25%. ഓക്കെ, കമ്പനി ബിയിൽ നോക്കിയേ, നെറ്റ് ഇൻകം ബൈ ഇക്വിറ്റി 1,000/2,000 1/2 ഇൻറ്റു 104%, വിച്ച് ഇസ് 50%. നിങ്ങൾ പെട്ടെന്നൊന്ന് ആലോചിച്ചേ, ഈ 50% സത്യം പറഞ്ഞാൽ വളരെ ഹൈ ROE അല്ലേ? അത് വെച്ച് ഈ കമ്പനി വളരെ നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നാണോ അതിൻ്റെ അർത്ഥം? നമ്മൾ ഈ ROE മാത്രം കണ്ടാൽ നമ്മൾ വിചാരിക്കും അരെ വാ, കമ്പനി നല്ല അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളൊന്നും നോക്കിയേ, ഈ ലയബിലിറ്റീസ് ഇത്രയും ഹൈ ലയബിലിറ്റീസും ആൻഡ് അസറ്റ്സ് നോക്കിയേ നോട്ട് വെരി ഡിഫറെൻറ്റ് ഫ്രം ലയബിലിറ്റീസ് അല്ലേ. സോ ഇറ്റ്സ് ഇക്വിറ്റി ഈസ് വെരി ലെസ്. ആൻഡ് ഈ വെരി ലെസ് ആകാൻ കാരണം ഈ ലയബിലിറ്റീസ് നല്ല ഹൈ ആണ്. സോ ഡസ് ദിസ് ഷോ എ ഗുഡ് ഇൻഡിക്കേഷൻ ഫോർ ദ കമ്പനി? പ്രോബബ്ലി നോ അല്ലേ. അത് വെച്ചാൽ ഈ ROE നമ്മളെ എപ്പോഴും ഏറ്റവും നല്ല കമ്പനീനെ എപ്പോഴും കാണിച്ചു തരുമോ? നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ROE എന്ന് വെച്ചാൽ നെറ്റ് ഇൻകം ബൈ ഇക്വിറ്റി. ഈ ഡെറ്റ് കാരണം ഇക്വിറ്റി കുറയാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഈ ഇക്വിറ്റി ഇക്വേഷൻ്റെ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് നമുക്കറിയാം, ഡിനോമിനേറ്റർ കുറയും തോറും ആ ഇക്വേഷൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അപ്പം എപ്പോഴും ഈ ROE ഒരു കമ്പനീൻ്റെ ബെസ്റ്റ് പെർഫോമൻസിനെ കാണിക്കാൻ പറ്റില്ല, ഈ ഇൻഡിക്കേറ്ററിന് പറ്റില്ല. സോ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലായി, നമ്മൾ കണ്ണടച്ച ROE വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും അണ്ടർലൈങ് റീസൺസിനെ പോയി തിരക്കണം, അന്വേഷിക്കണം ഒക്കെ ചെയ്യണം. അതുമാത്രമല്ല, ഇത്രയും ഹൈ ROE 50% ROE ഒക്കെ കാണുമ്പോഴേ നമുക്കൊരു ഇത് വരണം, അയ്യോ എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവണം. ഒരു നല്ല ROE റേഞ്ച് ആണെങ്കിൽ ജനറലി എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് ഒരു 15 to 20% ആണ് നല്ല ROE. ചിലപ്പോൾ ROE അതിനേക്കാളും കൂടാം കുറയാം, അതൊരു ഫിക്സ്ഡ് റേഞ്ച് അല്ല. എന്നാലും 50% എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും വളരെ ഹൈ ആയിരിക്കും. നമ്മൾ എന്തായാലും കമ്പനിയെ പോയി ഫർദർ അനലൈസ് ചെയ്യാൻ നോക്കണം. ഇതെന്താണ് ഹൈ, ഇവരുടെ പ്രോഫിറ്റ് തന്നെ ഭയങ്കര ഹൈ ആയതുകൊണ്ടാണോ, അത്രയും ഹൈ ആയി, എങ്ങനെ ഇവരുടെ പ്രോഫിറ്റ് ഇത്രയ്ക്കും ഹൈ ആയി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പക്ഷേ ഞാൻ ഈ ഒരു എക്സാമ്പിളിൽ കൂടെ ഒരു മെസ്സേജ് കൊണ്ടുവന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ROE ഹൈ ഡസൻ മീൻ ദാറ്റ് ദ കമ്പനി ഈസ് പെർഫോമിങ് എക്സ്ട്രാordinary വെൽ. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇറ്റ്സ് പ്രോഫിറ്റ് ഇസ് ഓൾസോ ഗ്രേറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി പ്രോഫിറ്റ് സത്യം പറഞ്ഞാൽ കമ്പനി അതിനേക്കാളും നല്ല കുറവാണ്. പക്ഷേ ഇക്വിറ്റി ഒരു വലിയ ഈ ഒരു ലയബിലിറ്റീസ് ആണ് സത്യം പറഞ്ഞാൽ ഡിഫറൻസ് മൊത്തം കൊണ്ടുവന്നല്ലേ. അതുകൊണ്ട് ഇക്വിറ്റി മാറി, അതുകൊണ്ട് ROE മാറി. സോ this case shows that high ROE does not mean that the company is having high profit. ഓക്കെ, സിമ്പിളാണ്. നിങ്ങൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്നുകൂടി നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും എന്താണ് ഇവിടെ റീസൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പം കമ്പനി B is having higher ROE, so it is a better company. But in reality നമ്മൾ നോക്കുമ്പോൾ കമ്പനി ബിന്ന് നല്ല ഡെറ്റ്, നല്ല ഹൈ ഡെറ്റാണ്. അപ്പം നമ്മൾ അതെന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ്, നെറ്റ് ഇൻകം എന്താണ് സംഭവം? നെറ്റ് ഇൻകം ഇസ് ഫൗണ്ട് ഓൺ ദി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമ്മളൊരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് നമ്മൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് വെബ്സൈറ്റ്സ്, സ്ക്രീനർ അതുപോലത്തെ വെബ്സൈറ്റ്സിലൊക്കെ പോയിട്ട് നമ്മൾ ഈ ആനുവൽ റിപ്പോർട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നെറ്റ് ഇൻകം എന്നുള്ള സാധനം എവിടെ നിന്ന് കിട്ടുക അല്ലേ. നമുക്കതിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലെ പേജിൽ പോകുമ്പോൾ കാണും. അപ്പം നെറ്റ് ഇൻകം ഓവർ ദ ലാസ്റ്റ് ഫിസിക്കൽ ഇയർ ഓർ ട്രെയിലിംഗ് 12 months ഇസ് ഫൗണ്ട് ഓൺ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് as sum of the financial activity over that period. നെക്സ്റ്റ്, ഈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി മീൻസ് നമ്മുടെ ഇക്വേഷൻ എന്താണ്? ROE ഈക്വൽ ടു നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. അപ്പോൾ നമുക്ക് മേളത്തെ ടേം നെറ്റ് ഇൻകം എവിടെ നിന്ന് കിട്ടും? നമുക്ക് മനസ്സിലായി, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടും. ഇനി ഡിനോമിനേറ്റർ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, അത് എവിടെ നിന്ന് കിട്ടും? നമുക്ക് ബാലൻസ് ഷീറ്റിൽ നിന്നാണ് കിട്ടുന്നത്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് കാണും. സോ ദാറ്റ് പ്രൊവൈഡ്സ് us the ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഈ ബാലൻസ് ഷീറ്റ് എന്താണ്? ഇറ്റ്സ് എ റണ്ണിങ് ബാലൻസ് ഓഫ് ദി കമ്പനീസ് എൻറ്റയർ ഹിസ്റ്ററി ഓഫ് ചേഞ്ചസ് ഇൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ടേംസ് നെറ്റ് ഇൻകം, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, ഇത് എവിടെ നിന്ന് കിട്ടും നമുക്ക് മനസ്സിലായി. ഒരെണ്ണം ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും, മറ്റൊരെണ്ണം ബാലൻസ് ഇൻകം ഷീറ്റിൽ നിന്നും, മറ്റൊരെണ്ണം ബാലൻസ് ഷീറ്റിൽ നിന്നും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. It is considered best practice to calculate ROE based on average equity over a period because of the mismatch between income statement and balance sheet. അപ്പോൾ പലപ്പോഴും എന്ത് സംഭവിക്കുക, ഈ ഇൻകം സ്റ്റേറ്റും ബാലൻസ് ഷീറ്റും തമ്മിൽ ഇച്ചിരി മിസ്മാച്ച് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ മിസ്മാച്ച് കാരണം നമ്മൾ ഓരോ പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ROE നല്ല ഡിഫറൻസ് വരുമായിരിക്കും ഇതിൻ്റെ വാല്യൂ.
അപ്പം ജനറലി എക്സ്പേർട്സും ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ട്രേഡേഴ്സൊക്കെ എന്താ ചെയ്യുക, ദേ വിൽ ടേക്ക് ആവറേജ്. ഒരു കുറച്ച് സമയത്തെ ROE എടുത്തിട്ട് അതിൻ്റെ ആവറേജ് ഇക്വിറ്റി എടുത്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്ത്? ROE. സോ ദേ കാൽക്കുലേറ്റ് ROE ബേസ്ഡ് ഓൺ ആവറേജ് ഇക്വിറ്റി. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ട് ടെൻഷൻ അടിക്കണ്ട. ഇപ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് ROE ഇപ്പോൾ കണ്ടിട്ട് നമുക്ക് പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റ്സിൽ നിന്ന് ROE ഓൾറെഡി അവിടെ എഴുതി കാണിക്കും, അല്ലെങ്കിൽ ROE കാൽക്കുലേറ്ററും കാണും. അത് വെച്ച് നമുക്ക് നോക്കാം. പക്ഷേ if you're interested to calculate your own ROE, just make sure that there are some cases to be noted upon. Okay. Next, ROE is computed entirely from companies' accounts. ഈ ഒരു സെൻറ്റൻസ് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ROE ഈക്വൽ ടു നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, ഇവിടെ എവിടെയും നമ്മുടെ ഷെയറിൻ്റെ പ്രൈസ്, നമ്മുടെ സ്റ്റോക്ക് പ്രൈസിനെ പറ്റി യാതൊരു ഇൻക്ലൂഷനും ഇല്ല, അല്ലേ? ഒരു ഐഡിയ ഇല്ല. അപ്പം ഈ ഒരു റേഷ്യോ, ദാറ്റ്സ് ROE ഈസ് കമ്പ്യൂട്ടഡ് എൻറ്റയർലി, ഇതിനെ കംപ്ലീറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ അക്കൗണ്ട്സിൽ നിന്നാണ്, ഇൻകം ബാലൻസ് ഷീറ്റ്സിൽ നിന്നൊക്കെയാണ് ROE എടുക്കുന്നത്. അതായത് ROE ഡസ് നോട്ട് ഷോസ് എനി ഐഡിയ അബൌട്ട് ദി ഷെയർ പ്രൈസ്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. അടുത്തത്, ROE ഡസ് നോട്ട് ടെൽ us എനിത്തിങ് അബൌട്ട് വെദർ ദ ഫേംസ് സ്റ്റോക്ക്, മീൻസ് ആ കമ്പനിയുടെ സ്റ്റോക്ക് ഇസ് ചീപ്പ് ഓർ എക്സ്പെൻസീവ്. അപ്പോൾ ROE ഹൈയോ ലോ എന്ന് പറയുന്നത് നമുക്ക് ഒന്നും മനസ്സിലില്ല. കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് വളരെ കുറച്ചുള്ള വിലയൊക്കെയാണോ, അതോ ഭയങ്കര അണ്ടർ വാല്യൂഡ് ആണോ, ഓവർ വാല്യൂഡ്, ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് എന്താണ് മനസ്സിലാവുക? വെദർ ദ കമ്പനി ഈസ് പ്രോഫിറ്റബിൾ ഓർ നോട്ട്. ഇതാണ് നമുക്ക് ROE സത്യം പറയാൻ മനസ്സിലാവുക. അപ്പോഴും ശ്രദ്ധിക്കുക, ഇതിന് ഡിസഡ്വാൻറ്റേജും ഉണ്ട്, അല്ലേ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ചുമ്മാ നമ്മൾ കണ്ണടച്ച ROE ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് നല്ല ഡെറ്റുള്ള കമ്പനി ആണെങ്കിൽ പോലും ROE നല്ല ഹൈ കാണിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ആ കമ്പനി വളരെ പ്രോഫിറ്റബിൾ ആണോ? അല്ലായിരിക്കും, അല്ലേ? ഓക്കെ, അത്ര മനസ്സിലായില്ലേ? അതൊക്കെ തന്നെയാണ് നമുക്ക് ROE മനസ്സിലാവേണ്ടത്. പക്ഷെ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് കവർ ചെയ്യാം, ആ ഒരു ഡൗട്ട്സും വരാത്ത രീതിയിൽ. നെക്സ്റ്റ്, ദി റിട്ടേൺ ഓൺ ഇക്വിറ്റി റേഷ്യോ കെൻ ഓൾസോ ബി സ്ക്യൂഡ് ബൈ ഷെയർ ബൈബാക്സ്. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല ഹൈ വെയിറ്റ് ചെയ്തുള്ള സെൻറ്റൻസ് ആയിരിക്കും. ആരും പേടിച്ച് വീഡിയോ പോസ് ചെയ്യോ സ്റ്റോപ്പ് ചെയ്യോ പോലെ ഇപ്പോൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വളരെ സിമ്പിൾ കാര്യമാണ്. സോ സ്ക്യൂഡ് എന്ന് വെച്ചാൽ ഇറ്റ് കുഡ് ബി ചേഞ്ച് ഓർ ഇറ്റ് കുഡ് ബി വെയ്റ്റഡ് ബിക്കോസ് ഓഫ് സം റീസൺ. ഈ റീസൺ എന്താണ്? ഇപ്പം ഞാൻ ഇമാജിൻ ഒരു ഷോപ്പ് കീപ്പറാണ്. അപ്പം ഞാനൊരു 10 വാട്ടർ ബോട്ടിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ ആൾക്കാർ നോക്കുമ്പം ഓക്കെ 10 വാട്ടർ ബോട്ടിലുണ്ട്. ഇന്നതൊന്നും ഞാനൊരു 3 വാട്ടർ ബോട്ടിൽ ഞാൻ തന്നെ വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ ബാഗിനകത്ത് വെക്കാം. ഞാനാണ് ഷോപ്പിൻ്റെ ഓണർ. ഓക്കെ, ഐ ആം ബൈയിങ് മൈ ഓൺ പ്രൊഡക്റ്റ്, ഐ ആം ബൈയിങ് മൈ ഓൺ ഷെയർ. അപ്പോൾ ഇനി ബാക്കി എത്ര വാട്ടർ ബോട്ടിൽ പുറത്ത് കടയിൽ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്? only 7, റൈറ്റ്? 10 ഉണ്ടായിരുന്നു, 3 ഞാൻ എടുത്തു, ഞാൻ തന്നെ ബൈ ചെയ്തു. അപ്പം 7 ബാക്കിയുണ്ട്. സോ when the management repurchases its share from the marketplace, means ആ കമ്പനി is buying its own share back. ഇങ്ങനെയാണ് പറയുന്നത് ഷെയർ ബൈബാക്ക്. അപ്പം എന്ത് സംഭവിക്കുക? ദ നമ്പർ ഓഫ് ഷെയർസ് ഓൺ ദി മാർക്കറ്റ് ഡിക്രീസസ്, കുറഞ്ഞു പോകും, അല്ലേ? അപ്പം അത് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി നമ്മൾ നേരത്തെ കണ്ടു. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി കുറയുമ്പം നമ്മുടെ ഡിനോമിനേറ്ററിൽ ഇല്ല, നെറ്റ് ഇൻകം ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി കുറയുമ്പം നമ്മുടെ ROE കൂടും, അല്ലേ? ROE കൂടുമ്പം സോ ഡസ് ദിസ് മീൻ ദാറ്റ് ദി പ്രോഫിറ്റ് ഇൻക്രീസ്ഡ്? നോ. ഇൻ സം കേസസ് that could high ROE could also mean that there has been share buyback. അപ്പോൾ ഇതൊക്കെ നമ്മൾ ന്യൂസൊക്കെ കണ്ട്, ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് CNBC TV ആണ്. CNBC TV 18 മിക്കവാറും, പിന്നെ നെറ്റ് എന്തെങ്കിലും ന്യൂസൊക്കെ നോക്കും. അങ്ങനെ നിങ്ങൾക്കും ഇങ്ങനെ ന്യൂസൊക്കെ ഫോളോ ചെയ്ത് മനസ്സിലാക്കാം. അപ്പോൾ പെട്ടെന്നൊരു ഹൈ ROE കാണുമ്പോൾ പെട്ടെന്ന് ഹുറേ എനിക്ക് ഏറ്റവും നല്ല കമ്പനി കിട്ടിയേ അങ്ങനെ ചാടി സന്തോഷിക്കരുത്. നമ്മൾ അതിൻ്റെ ഡീപ്പായിട്ടൊന്ന് നോക്കുക, എന്താണ് ഇതിൻ്റെ റീസൺ. വളരെ ഹൈ ROE. അപ്പോൾ ഇപ്പം ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞില്ലേ ഹൈ ROE. ഈ കമ്പനിയുടെ ROE വളരെ ഹൈ ആണോ ലോ ആണോ അതെങ്ങനെ മനസ്സിലാക്കുക? അതിനാണ് നമ്മൾ ആ കമ്പനിയുടെ അടുത്തുള്ള വേറെ കോമ്പറ്റിറ്റർ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിലുള്ള കമ്പനീസിൻ്റെ ROE നോക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് എടുക്കുന്നതായിരിക്കാം. ആ കമ്പനിക്ക് ഒരു ROE ഉണ്ട്. ഈ ROE ഹൈ ആണോ ലോ ആണോ എങ്ങനെ മനസ്സിലാക്കുക? നമ്മൾ വേറെ മോട്ടോർ കമ്പനീസ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള വേറെ ഇന്ത്യയിലുള്ള കമ്പനീസ് നോക്കുക. ഇപ്പം വേറെ മോട്ടോർ കമ്പനീസൊക്കെ എന്താ, ഇപ്പം മഹീന്ദ്ര. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് അവരുടെ ROEs ഒക്കെ നോക്കുക. അപ്പം നമുക്കൊരു ചെറിയ ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പം സാധാരണ നോക്കുമ്പോൾ ഇപ്പം ഒരു ഇൻഡസ്ട്രിയിലെ മിക്ക കമ്പനീസിൻ്റെ ROE ഒരു 18-20% ആണെങ്കിൽ വേറൊരു കമ്പനിയുടെ പെട്ടെന്ന് ഒരു 45% ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തോന്നും ഈ കമ്പനിക്ക് ഇത്രയും വലിയ ROE, ഏത് പ്രോഫിറ്റ് കൊണ്ടുണ്ടാക്കിയുള്ള ROE ആണോ അതോ ഈ കമ്പനിക്ക് നല്ല
ഡെറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അപ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, ROE ratios may exclude intangible assets from a shareholder's equity. എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്? ദീസ് ആർ നോൺ മോണിറ്ററി ഐറ്റംസ് സച്ച് ആസ് ഗുഡ് വിൽ, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, പേറ്റൻറ്റ്. ഓക്കെ, അപ്പം ചില കമ്പനീസ് ഈ ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെ അവർ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ആഡ് ചെയ്യും, ചിലർ ആഡ് ചെയ്യില്ല. അപ്പം എല്ലാ കമ്പനിയിലെയും എല്ലാ അനലിസ്റ്റുകളും ROE സെയിം വേയിലാണോ മെഷർ ചെയ്യുന്നത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ദർ കുഡ് ബി സം മിസ്മാച്ച്. പക്ഷേ ഇതൊന്നും നമ്മൾ വലിയൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ നമ്മുടെ ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുമ്പം ഒരു റേഷ്യോ ROE വെച്ചിട്ട് മാത്രമല്ല അനലൈസ് ചെയ്യാൻ പോകുന്നല്ലേ. നമ്മൾ കുറേ റേഷ്യോസ് എടുത്ത് നമുക്കൊരു ആവറേജ് ആയിട്ട് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കും, ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് ഈ കമ്പനി, ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ്. പക്ഷെ നമുക്കിത് മനസ്സിലാക്കാൻ നമുക്ക് എല്ലാ റേഷ്യോസിനെ പറ്റി ഒരു ഐഡിയ വേണം. അതാണ് ഈ സീരീസിൽ കൂടെ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇത്, ബേസ്ഡ് ഓൺ ROE. ഇനി വരുന്ന എപ്പിസോഡ്സ് നമ്മൾ അടുത്തടുത്ത റേഷ്യോസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ഫണ്ടമെൻ്റൽ ഇൻഡിക്കേറ്റേഴ്സ്, ചാർട്ട് പാറ്റേൺസ് ആൻഡ് സോ ഓൺ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ, കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പം അടുത്ത പോയിന്റിലേക്ക് പോകാൻ ഞാൻ മറന്നു അല്ലേ. അടുത്ത പോയിന്റിലേക്ക് പോകാം. സോ ദ ഫൈനൽ പാർട്ട് വിച്ച് ഇസ് ദ കൺക്ലൂഷൻ പാർട്ട്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആണ് ROE tells us how much profit the firm generates for each dollar or rupee of equity it owns. നമ്മൾ നേരത്തെ കണ്ടല്ലേ, ROE equal to net income by ഷെയർ ഇക്വിറ്റി. ഈ നെറ്റ് ഇൻകം വെച്ചിരുന്ന പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ചില പ്ലേസസിൽ നമ്മൾ കാണും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. അപ്പം ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണോ നെറ്റ് ഇൻകം ആണോ ഒന്നും നിങ്ങൾ കൺഫ്യൂഷൻ എടുക്കണ്ട. ഇവിടെ ഈ ഒരു എക്സാമ്പിളിൻ്റെ കേസസിലൊക്കെ ടാക്സ് ഈക്വൽ ടു 0 എന്ന് കരുതിയാൽ മതി. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് വിൽ ബി ഈക്വൽ ടു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻഡ്യൂറ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എടുക്കാൻ first point, ROE tells us how much profit the firm generates for each dollar or rupee of equity it owns. Okay, അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയി. മീൻസ് ROE equal to net income by shareholders equity. അപ്പോൾ ഇതിനകത്ത് how much profit the firm generates അത് വെച്ചാൽ net income divided by each equity it owns, that is shareholders equity. അപ്പോൾ ROE 15 to 20% ജനറലി കൺസിഡർഡ് ഗുഡ് നമ്മൾ കണ്ടു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ. ഈ 15 to 20% എങ്ങനെയാണ് വന്നത്? ഇത് ആരും ഫിക്സ് ചെയ്ത വാല്യൂ ഒന്നും അല്ല. ഇത് കുറേ നാളത്തെ ട്രെൻഡൊക്കെ കണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പേർട്സ് ഒരു സജസ്റ്റ് ചെയ്ത ഒരു റേഞ്ചാണ്. നമ്മൾ ഈ റേഞ്ച് കൊണ്ട് മാത്രം ഫിക്സ് ചെയ്താൽ പോരാ. നമ്മളൊരു കമ്പനീനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള വേറെ കമ്പനീസിൻ്റെ ROEs നോക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ് ഒരു ഇൻഡസ്ട്രി ആവറേജ്. നെക്സ്റ്റ്, a firm can have higher ROE because it has more debt, not because it's actually more profitable. അപ്പോൾ ആക്ച്വലി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് സൈഡുണ്ട്. ഒരു കേസിൽ നമ്മൾ നേരത്തെ കണ്ടു ഹയർ ROE എന്ന് വെച്ചാൽ ഹയർ പ്രോഫിറ്റ് ആണ് അല്ലേ. പക്ഷെ വേറൊരു കേസിലും ഹയർ ROE കാണും. അതാണ് ഈ പോയിന്റ് സ്പെസിഫൈ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് മേ ഹാവ് മോർ ഡെറ്റ്, കൂടുതൽ കടം കൊണ്ടും മേ ബി ഇറ്റ് കുഡ് ഹാവ് ഹയർ ROE. സോ പെട്ടെന്ന് നമ്മളൊരു കമ്പനിയുടെ ROE വളരെ ഹൈ ആയി നോക്കുമ്പം വി ഷുഡ് നോട്ട് മേക്ക് എ ജഡ്ജ്മെൻറ്റ് ദാറ്റ് ദ കമ്പനി ഈസ് ദ ബെസ്റ്റ് കമ്പനി. നമ്മൾ ആ കമ്പനീനെ പറ്റി കൂടുതൽ അനലൈസ് ചെയ്യുക, സ്റ്റഡി ചെയ്യുക. അതിന് ഡെറ്റ് കൂടിയതുകൊണ്ടാണോ ROE കൂടിയത്, അതോ പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കിയതാണോ ROE കൂടിയത് എന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ബെസ്റ്റ് ടു കമ്പയർ ROE അക്രോസ് ഫേംസ് വിത്ത് സിമിലർ ലെവൽസ് ഓഫ് ഡെറ്റ് ഓർ ലെവറേജ് ആൻഡ് ദ സെയിം ഇൻഡസ്ട്രി. അപ്പോൾ നമുക്ക് ഒരു സിമിലർ കമ്പാരിസൺ കിട്ടാനും വേണ്ടി മീൻസ് ഒരു രണ്ട് സിമിലർ ഐറ്റംസിൽ നമുക്കൊരു കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നമുക്ക് ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ് നമുക്ക് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. സിമിലർ ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പം സിമിലർ ടൈപ്സ് ഓഫ് കമ്പനീസ് മീൻസ് കമ്പനീസ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി വെച്ച് നമ്മൾ ROE നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും ഈസ് ദിസ് കമ്പനി ഹാവിങ് ഹൈ ROE ഓർ ലെസ് ROE ആൻഡ് വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ സെയിം. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ. ഐ ഹോപ്പ് ഇറ്റ് വാസ് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സോ നിങ്ങളുടെ ഇനി ഐഡിയാസ് ആൻഡ് സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും മറക്കല് നമ്മുടെ കമൻറ്റ് ബോക്സിൽ താഴെ എഴുതുക. വി വിൽ ടേക്ക് ഇറ്റ് ഇൻ ടു കൺസിഡറേഷൻ ആൻഡ് ബ്രിങ് ബെറ്റർ വീഡിയോസ് ഫോർ ഓൾ ഓഫ് us to learn and grow together. So thank you for watching this video. This is Financial Tidings signing off. Goodbye and take care.